Good morning, all. Morning. Good morning. Morning. ഇന്ന് ആരുമില്ലേ ക്ലാസ്സില്? ആ കുറവാണല്ലോ. എന്ത് പറ്റിട്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. കൺവെൻഷൻ ആയിരുന്നു ചർച്ചിന്റെ. ഇതോ ചർച്ചിന്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തിരക്കിലായിപ്പോയി. ടെൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടോ. അയ്യോ അയ്യോ, അത് കുഴപ്പമില്ല, ഞാൻ റെക്കോർഡുകൾ കേട്ടോളാം. കേട്ട് പഠിക്കണം. കേട്ടാ മാത്രം പോരാ, പഠിക്കണം. അയ്യോ, അതെനിക്കിട്ടൊന്ന് ഓക്കെ. ഗുഡ് മോർണിംഗ് മിസ്. മോർണിംഗ്. ഫ്യൂച്ചർ ഒക്കെ തീർത്തോ? ഫ്യൂച്ചറും തീർത്തോ? ഫ്യൂച്ചറും തീർന്നു. എല്ലാം തരും. എല്ലാം വളരെ പെട്ടെന്ന്. വെരി ഗുഡ്. ഇനി ടെൻസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടോമിന് ഡൗട്ട് ഉണ്ടാകും, എനിക്കറിയാം. പിന്നെയും ടീച്ചർ എനിക്കിട്ട് താങ്ങാൻ വേണ്ടി ഇരിക്കുക, എനിക്ക് പണി തരാൻ വേണ്ടി മാത്രം. ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടാവോ? ഇല്ലെന്നാണ് ഉണ്ടെന്നാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. റെസ്പോൺസ് ഇല്ല. ഞാൻ എന്തേലും പറഞ്ഞാലും കുഴപ്പമില്ല ടീച്ചറെ, ഞാനിത് പറയാതിരുന്നാലും കുഴപ്പം. അതാ കുഴപ്പം ഇവിടുത്തെ. പറയാതിരിക്കണ്ട, സംസാരിക്കും. ടോം ക്ലാസ്സിലുണ്ടെങ്കിൽ ക്ലാസ് ഭയങ്കര സൈലന്റ് ആണ് ക്ലാസ്. ഞാനിപ്പം ക്ലാസ്സിലുണ്ടല്ലോ, എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ടോമിന് ചേച്ചിമാര് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഒന്നാണ്ട് അമ്പിളി ചേച്ചി വന്നിട്ടുണ്ട്. അമ്പിളി ചേച്ചി ഇട്ടാണെങ്കിൽ ഇന്നലെ എന്തൊക്കെയോ മെസ്സേജ് ഇട്ട്, എന്തുവാന്ന് പോലും എനിക്കറിയില്ല. വിളിച്ചപ്പോ അമ്പലത്തിൽ പോയെന്നും പറഞ്ഞു. അവന് ചോദ്യവും ആൻസറും ഒക്കെ ഒന്നിച്ച് കിട്ടണം ഒരു ബുക്കിനകത്ത്. മടിയവന്, ഭയങ്കര മടിയാണ്. ചേച്ചി അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു ചേട്ടൻ. സത്യമായിട്ട് ഞാൻ വിളിച്ചായിരുന്നു ഇന്ന്. ഇതേ അമ്പലത്തിൽ പോയല്ലോ. നന്നായി, എനിക്കും കൂടെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ൊക്കെ നടക്കുമല്ലോ. ക്ലാസ് പോകണ്ടേ? നമുക്ക് അതിനുശേഷം കുറച്ച് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് കുറച്ച് നമ്മൾ ടെൻസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മലയാളം ഞാൻ സെന്റൻസ് പറയാം, അത് എഴുതി വെച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ടെൻസ് വൈസ് ആണ്. ടോമിന് മലയാളം എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയെടുത്തോളൂ കേട്ടോ. അവൻ അസൈൻമെന്റ് ഫിനിഷ് അല്ലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും മലയാളം എഴുതിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളാണ് ഫീമെയിൽ. അവൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ഓഫീസർ കള്ളനെ അറസ്റ്റ് ചെയ്യും. പോലീസ് ഓഫീസർ കള്ളനെ അറസ്റ്റ് ചെയ്യും. പോലീസ് ഓഫീസർ കള്ളൻ, അല്ലെങ്കിൽ റോബർ എന്നൊക്കെ പറയും. അറസ്റ്റ് ചെയ്യും.
ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണേ. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഓക്കെ. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഞങ്ങൾ TV കാണുകയാണ്. ഞങ്ങൾ TV കാണുകയാണ്. ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യും. പാചകം ചെയ്യും. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവൻ പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. അവൻ ഒരു പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. എഴുതിയിട്ട് ഉണ്ടാകും. ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ രാവിലെ മുതൽ
പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാനൊരു ബുക്ക് വായിച്ചു. ഞാൻ രാവിലെ 7 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ 7 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോണോ? 7 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവൾ എന്നോടൊന്നല്ല, അവൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഓക്കെ, എത്ര നായിപ്പോ? 18. എത്ര? 18 അല്ലേ? റൗണ്ട് ചെയ്യാം നമുക്ക്. ചേച്ചിമാര് അനിയത്തിമാരൊന്നും മിണ്ടുന്നില്ലേ? 18 അല്ലേ? ഞാൻ പറഞ്ഞല്ലേ 18. ആണോ? പറഞ്ഞോ. ഓ, ഇംഗ്ലീഷ് ക്ലാസ് 18 അല്ലേ? ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. 1 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് മതി. ഏതൊരു ഉറപ്പിക്ക് 1 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ലാസ്റ്റ് ഞാൻ കളിക്കാൻ പോകും. ഞാൻ കളിക്കാൻ പോകും.
ഓക്കെ, പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതിനുശേഷം എന്നോട് പറയാം. എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ടെൻസ് വൈസ് ആണ്, ആ ടെൻസിനെയും നമ്മള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കറക്റ്റ് ടെൻസ് അറിയാവുന്നവർക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിമ്പിളായിരിക്കും. ടോം എഴുതുന്നില്ലേ? എഴുതണോ? ആ പിന്നെ എഴുതണം, ട്രാൻസ്ലേറ്റ് ചെയ്യും. അതല്ലേ ഞാൻ പറഞ്ഞു, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അത് പറഞ്ഞ പോലെ ടീച്ചറെ കൈ അഴിക്കുന്നു. എഴുതി വെക്കണം, എന്തായാലും എഴുതും. പറയുമ്പോ എഴുതിയ പോരെ. അമ്മ ഓക്കെ, ബാക്കി എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. ഞാൻ പറയുമ്പോ എഴുതാൻ ടീച്ചർ. ഓക്കെ, സർവീസ്. കഴിഞ്ഞോ? ആരുടെ ഇത് കഴിഞ്ഞോ?
ഓക്കെ, നമുക്ക് ഓരോന്നിട്ട് പറയാം. ഫസ്റ്റ് എന്തായിരുന്നു മലയാളം? അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് എഴുതിയത് എല്ലാവരും? എഴുതിയിരുന്നോ? ആരെങ്കിലും എഴുതിയോ? നിങ്ങളോടല്ലേ ചോദിക്കുന്നേ? ആ എഴുതിയെങ്കിൽ എഴുതിയെന്ന് പറയൂ. എഴുതി മിസ്സേ. ഓക്കെ, എന്താണ് എഴുതിയത്? He has been complete the assignment. No? ഓക്കെ, ഇനി നെക്സ്റ്റ് ഓരോരുത്തർ എഴുതി എന്താന്ന് പറയൂ. അഞ്ജു മാത്യു. അത് കറക്റ്റ് അല്ലേ ടീച്ചറെ? അഞ്ജു മാത്യു, ഐശ്വര്യ. അഞ്ജു എന്താണ് എഴുതിയത്? അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. He has Dasker assignment tonight. നെക്സ്റ്റ് ഐശ്വര്യ. നിഷ. Yes, miss. He has been completed his assignment. വീണ്ടും ഹിസ്റ്ററി വേണ്ടല്ലോ. പിന്നാണ് He ചെയ്തിട്ടുണ്ട്. has been പറഞ്ഞോ ലേഡീസ് ഫസ്റ്റ്. നീ പറ. എടാ ഇതിപ്പോ എന്നോടായ. He has been completed he has been completed assignment. ഓക്കെ, ഐശ്വര്യ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. പിന്നെ ഏതാണ്? ജിൻഷാൻ. ജിൻഷാൻ തന്നെ പേര്. പേര് വളരെ മിസ്റ്റേക്ക് ഉണ്ട്. He has been completed the assignment. നസ്രിമോൾ, സാദിയ, എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് എങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. സോ മാക്സിമം ടെക്സ്റ്റ് ചെയ്യാതെ പറയാൻ നോക്കാം. He had അല്ല. completed assignment. സോ He had completed assignment. ഓക്കെ, നസ്രിമോൾ. Okay, ma'am. Yes, ma'am. എന്താണ്
അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ആ കിട്ടി. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ വിളിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും മാക്സിമം ഫുൾ എഴുതി ആൻസർ എന്താണെന്ന് വെച്ചാൽ അത് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്യണം. അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന മലയാളം സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇംഗ്ലീഷിൽ ഏത് ടെൻസ് ആയിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോറി ക്ലാസ് കട്ടായി പോയി. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നല്ല, ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ് പോയതല്ലേ, പാസ്റ്റ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് അതാ. സാരിയെ പറഞ്ഞത് കറക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. ഞാൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോ he had completed the assignment എന്ന് വരും. അപ്പം ബീങ് വേണ്ടോ? ബീങ് വേണ്ട, പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് തെറ്റിപ്പോയി. കംപ്ലീറ്റഡ് അസൈൻമെന്റ് അല്ലേ? He had completed the assignment. Okay, past perfect ആണ്. അശ്വതി പറഞ്ഞത് കറക്റ്റ് ആണ്, സതി പറഞ്ഞത് കറക്റ്റ് ആണ്. He had completed the assignment. Okay, next അടുത്ത മലയാളം പറയൂ. അവൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാ വരാ? He had complete അല്ലേ? ഷീ വന്നു. എന്തായിരിക്കും വരാ? എഴുതിയിട്ട് ടീച്ചറെ നോക്ക് കറക്റ്റാന്ന്. കണ്ട, ആരും എഴുതിയിട്ടല്ലോ. അതെനിക്ക് മനസ്സിലായി. ഐശ്വര്യ എഴുതിയിട്ടുണ്ടോ? ടോമ് പറയൂ. ഞാൻ നിങ്ങൾ ഓരോരുത്തരും പറയണ്ടേ? നിങ്ങൾക്കും പഠിക്കണ്ടേ ഇതേപോലെ? She had been completed, solved his problem. ആരെങ്കിലും ഒന്ന് പറഞ്ഞു, ഞാൻ എല്ലാം കൂട്ടിക്കൊള്ളി. She had solved. രമ്യ ചേച്ചി എഴുതിയേക്കുന്ന ശരിയാന്ന് തോന്നുന്നു. She had solved the problem. ശരിയല്ലേ? അവര് പറഞ്ഞത് ശരിയാണ്. അതുപോലെ ടോമ് കറക്റ്റ് ആയിട്ട് പറയണ്ടേ? അതാണ് ചോദിച്ചത്. She had solved the problem. Okay, ഇനി അടുത്ത മലയാളം പറയൂ. ഞാൻ പറയാം, എളുപ്പമല്ലേ. പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്തു. ഓഫീസർ കള്ളനെ അറസ്റ്റ് ചെയ്തു. വലിയ എങ്ങനെയാ വരാ? ടെൻസ് ഏതാണ്? പോലീസ് ഓഫീസർ ഹാഡ് അറസ്റ്റഡ് ഇല്ല. കറക്റ്റ് ആണല്ലോ. എനിക്ക് വയ്യ. ആരായാലും കുഴപ്പമില്ല. അറസ്റ്റ് ചെയ്തു, അപ്പൊ അറസ്റ്റഡ് ആണ്. പോലീസ് ഓഫീസർ അറസ്റ്റ് ഓക്കെ. ടോമിന് 1 പോയിന്റ്. ഒരു മാർക്കായി. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി നിങ്ങൾ കുറച്ച് പറ. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുക ആയിരുന്നു. ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഞങ്ങളാണ് കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ എങ്ങനെയാ വരാ? ടെൻസ് ഏതാണ് വരാ? We were waiting for the bus. Correct.
We were waiting for the bus. We were waiting for the bus. We were waiting for the bus. ഞാൻ actually spelling mistake ഉണ്ട്. Okay, ഇനി അടുത്ത് പറയൂ. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവനാണോ അവരാണോ? അവനാ അല്ലയോ? അവനല്ലയോ? അവനാണ്. അവനെങ്കിൽ അവൻ, കുഴപ്പമില്ല അവൻ. അവന് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അത് നമ്മൾ ആദ്യമേ എഴുതിയതിന്റെ കൂട്ട് തന്നെ അല്ലയോ? എങ്ങനെയാ വരാം? ആദ്യമേ എഴുതിയതിന്റെ കൂട്ടല്ലേ? He had playing cricket. എന്താണ് കറക്റ്റ് പറഞ്ഞത്? He has been playing cricket. അതെ, അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. He was playing cricket. Okay, he was playing cricket. Next ചെയ്തിട്ടുണ്ട് അവരെ നോക്കി എഴുതാം. He was playing cricket. അടുത്ത മലയാളം പറ. അതെന്താണ് ഇത്ര വാസം വന്നത്? അവര് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പാസ്റ്റ് ടെൻസ് ആണ്. അവരല്ല, അവനാ. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അത് പാസ്റ്റ് ടെൻസ് അല്ലേ? ആയിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അത്. അപ്പൊ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആണ്. ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഓ അങ്ങനെ ആയിരുന്നല്ലോ. ഓക്കെ ഓക്കെ. അത് കളിക്കുകയായിരുന്നു, ചെയ്യുകയായിരുന്നു എന്നുള്ളതും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് രണ്ട് ടെൻസ് ആണ്. നെക്സ്റ്റ് ഞങ്ങൾ ടി വി കാണുകയാണ്. ഞങ്ങൾ ടി വി കാണുകയാണ്. We were അല്ലയോ? We watched the TV. We were. We are watching the TV. ഏത് ടെൻസ് ആണ് അത് ആദ്യം നോക്കൂ. ടെൻസ് Yes, we are watching the TV. Yeah, we are watching TV. Simple. We were watching TV അല്ലേ? Present continuous ആണ്. We are watching TV. ഞങ്ങൾ ടി വി കാണുകയാണ്. We are watching TV. Okay, next. അടുത്ത പറയൂ. ടീച്ചർ ടോപ്പിക് വായിച്ചോ? ടീച്ചർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Teacher was explaining the topic. നിങ്ങൾ ടെൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ടെൻസ് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. Teacher is explaining the അല്ലയോ? Teacher is അത് ഇപ്പോഴും സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും പറയാം? Teacher is explaining the topic. സിമ്പിൾ പ്രസന്റ് ആണ്, പക്ഷെ പറഞ്ഞത് തെറ്റാണ്. സ്ട്രക്ചർ എന്താണ്? സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ ഏതാണ്? ഓക്കെ, നിങ്ങള് രമ്യ, സാനിയ, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്, ടെൻസ് വൈസ് ആണ്. പക്ഷെ എന്താണ് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ പറയുന്നത് നോക്കണ്ട കേട്ടോ, നിങ്ങള് കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. നോ രമ്യ, അതല്ല. വേറെ എന്താണ് മിസ്റ്റേക്ക് അവിടെ? നേരത്തെ എഴുതി പോയി ടീച്ചർ എക്സ്പ്ലെയിനിങ് ദ ടോപ്പിക്. നോ, ING വന്നാൽ കണ്ടിന്യൂസ് ആണ്. ഇതാണ് കണ്ടിന്യൂസ് അല്ല, സിമ്പിൾ പ്രസന്റ് ആണ്. ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ് ഏത് സബ്ജക്റ്റ് ആണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ സിംഗുലർ ആണ്. യൂസ് ചെയ്യേണ്ട വെർബ് എന്താണ്?
പ്ലൂറൽ. സിംഗുലർ so- സബ്ജക്ട് യൂസ് ചെയ്യണ്ടേ? Which verb is used with the singular subject? ആരാ? Please. Singular Okay. verb ആയിരിക്കണേ. ആ സിംഗുലർ സബ്ജക്റ്റിൽ കൂടി സിംഗുലർ verb ആണ് നമ്മൾ യൂസ് ചെയ്യുക. എങ്ങനെയാ? ടീച്ചർ എക്സ്പ്ലെയിൻസ് ദി ടോപ്പിക്. ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. The teacher explains the topic. The teacher. The teacher explains the topic. ഒന്നുകൂടെ പറയൂ ടീച്ചറെ. The teacher explains the topic. Okay. The teacher explains the topic. Okay. Yeah. Next Malayalam sentence. അവൾ ബ്രേക്ക്ഫാസ്റ്റ് പാചകം ചെയ്യും. Our breakfast പാചകം ചെയ്യും. She will. പാചകത്തിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. Oh, കൊള്ളാം. She will cook the breakfast. she will cook the breakfast. She will cook the ഈ പാചകത്തിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. She will cook the breakfast. Okay. ഇനി അടുത്തത് പറയൂ. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. She had been finished his work. No. She had finished his work. No. ഇനി എനിക്ക് വയ്യ. ടെൻസ് ഏതാണ്? പാസ്റ്റ്. പാസ്റ്റോ? പാസ്റ്റ് ആണോ അത്? കഴിഞ്ഞ ഫ്യൂച്ചറാ. അത് ഫ്യൂച്ചർ. അവൻ അവന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു പോയി. പ്രസന്റ്. പ്രസന്റ് ആയില്ലേ? പ്രസന്റ് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ് അത്. പ്രസന്റ് ഏത് ടെൻസ് ആണ്? ഈ ഉണ്ട് എന്ന് വന്നാല് അവിടെ ഹാസോ ഹാവിലുണ്ടാവും. മനസ്സിലായോ? അപ്പൊ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ. ഓക്കെ. He has finished his work. He has finished his work. He has finished his work. Yeah. Next. അടുത്ത അതിന് വായിക്കൂ. വായിക്കൂ. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. We were playing the football. അവരാണേ. They were playing the football. തെറ്റി. They are playing the football ഇല്ല. They were playing football. They were playing football. Okay. അടുത്തത് നെക്സ്റ്റ് പറയൂ. അവൻ ഒരു പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. ഉണ്ടാകും. പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. പലപ്പോഴും കാണും. എന്താ പറയാ? ഫ്യൂച്ചർ അല്ലയോ ടീച്ചർ? ഫ്യൂച്ചർ ആണ്.
ഫ്യൂച്ചറിൽ എന്ത് ടെൻസാ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണോ? ഇല്ലേ. എന്താണ് ആരും ഒന്ന് ആൻസർ ഒന്ന് പറയാതെ? നിങ്ങൾക്ക് ടെൻസ് മനസ്സിലായിട്ടില്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണോ ടീച്ചറെ? No. ആണോ? അല്ലായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. He will have painted the picture. He will have painted the picture. അവൻ ഒരു പിക്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടാകും. He will have painted the picture. He will be he will be അങ്ങനെയാണ്. പെയിന്റഡ് He will അല്ലയോ? He will have painted the picture. ഇനി വില്ല് ഞാൻ വരെ ഉണ്ടാകും എന്നാണ് അടുത്തത്. ആണോ? വില്ല് വരെ ശരിയായിരുന്നോ? ഓക്കെ. അടുത്ത മലയാളം എന്ന് പറയോ? ഒന്ന് പറഞ്ഞു. ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. സെയിം ടെൻസ് ആണ്. എന്തെങ്കിലും പറ്റും. I will പറഞ്ഞു. I will have write the letter. I will have written the letter. ഇതാണ്. B3 I will form. have written a letter. I will have written a letter. അടുത്ത മലയാളം? ഞാൻ രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? ടീച്ചർ I will നേരത്തെ I will I will have written a letter. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ നോക്കിയില്ല. ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ? അതെ അതെ. ഞാൻ രാവിലെ മുതൽ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ആണെന്നാണോ ആയിരുന്നു എന്നാണോ? പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരുന്നു എന്നാണോ? കൺഫേം ചെയ്യും. ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയിരുന്നു. ഓക്കെ. എന്താണ് വരാ? I am അല്ലേ? ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ ടെൻസ് ഏതാണ്? ആയിരുന്നു എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ഏത് ടെൻസ് ആണ്? I had വരത്തില്ല. പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ I had been studying. കറക്റ്റ് ആണ്. Studying. എപ്പോ മുതൽ? രാവിലെ മുതൽ. Still morning. Since morning. കറക്റ്റ് ആയിരുന്നോ? Since morning. Still അല്ലേ? Still അല്ല കേട്ടോ. Since ആണ്. ചിരി മാറിപ്പോയി. കുഴപ്പമില്ല. Since morning. കറക്റ്റ് ആണ്. പക്ഷെ പറഞ്ഞത് I have been studying since morning. Okay. Next. അടുത്ത മലയാളം പറയൂ. മിസ് ആൻസർ ഒന്നുകൂടെ പറഞ്ഞേ. I have been studying since morning. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻസർ എല്ലാം ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കി എഴുതാം. അടുത്ത മലയാളം പറയോ? പെട്ടെന്ന് പറയോ? ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. അതും പാസ്റ്റ് അല്ലേ? അല്ല. അല്ല. Had seen. I have seen him before. Yeah, I have seen him before. അത് ഏതാ? Seen him before. അത് ഫ്യൂച്ചർ ആണോ? അതോ Present perfect. പ്രസന്റ് I ആണ്. have seen him before. Next, അടുത്ത മലയാളം.
പെട്ടെന്ന് 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 പറയൂ. ഞാനൊരു ബുക്ക് വായിച്ചു. ഞാൻ ഒരു ബുക്ക് വായിച്ചു. I read ഐ റെഡ് ആണ്. വായിക്കുമ്പോ സ്പെല്ലിംഗ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത് റെഡ് എന്നാണ്. ഫാസ്റ്റ് ആണ്. ഓക്കെ, സിമ്പിൾ ഫാസ്റ്റ് ആണ്. ഐ റെഡ് എ ബുക്ക്. റീഡ് അല്ല, റെഡ് ആണ്. ഐ റീഡ് റെഡ് എ ബുക്ക്. അടുത്ത മലയാളം ടീച്ചർ എഴുതിയൊക്കെ റീഡെന്നാണല്ലോ. റെഡ് ആണ്. ഞാൻ രാവിലെ 7 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബ്ജക്ട് ഞാനാണോ? ഞാൻ രാവിലെ 7 മണി മുതൽ പാചകം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കറക്റ്റാ, പറഞ്ഞത് കറക്റ്റായിരുന്നു ടീച്ചർ. I had been cooking since 7 p.m. I have been cooking since 7 a.m. Have been ആണ്. Present perfect continuous ആണ്. I have been cooking since 7 a.m. കറക്റ്റ് ആയിരുന്നില്ല? Correct ആയിരുന്നു. പിന്നെയും കറക്റ്റ്. Okay, അടുത്തത്. Next. 7 o'clock എഴുതാനല്ലേ? 7 o'clock എഴുതാലോ? 7 o'clock എഴുതാലോ? 7 o'clock എഴുതാം, പക്ഷെ അത് നമുക്ക് മോർണിംഗ് ആണെന്ന്. അത് AM ആണോ PM ആണോ? അതന്നെ, ശരിയാ. AM ആണെങ്കിലൊക്കെ മോർണിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. 7 o'clock എന്ന് പറയുന്നത് മോർണിംഗ് ആണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത മലയാളം. അവർ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരാണോ? അവർ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെന്നാണോ? അവനാണെങ്കിൽ എത്രാമത്തെ അത്? 17ാമത്തെ. അവൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എന്നോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആയിരുന്നു ടീച്ചറെ. അവൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She was talking to me. She was talking to me. അടുത്തത് ഇത്രയുള്ളോ? ഇല്ല, ഉണ്ട്. ഞാൻ ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. I brought the gift for you. I bought this gift for you. Correct ആണോ? I bought this gift for you. ഗിഫ്റ്റ് ഇല്ല കേട്ടോ, ഗിഫ്റ്റ് ഇല്ല. I bought this gift for you. ടീച്ചറെ, അപ്പൊ ദി ഗിഫ്റ്റ് എന്ന് എഴുതാമോ? I bought this gift. ഈ ഗിഫ്റ്റ് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ ഈ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ this gift പറയണം. ദിസാ. I brought this gift for this for ടീച്ചറെ. ടീച്ചർ എഴുതിയേക്കുന്ന ഇപ്പൊ തെറ്റല്ലയോ? അടുത്തത് നെക്സ്റ്റ് വന്ന് 1 മണി മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. I will have been studying to 1 o'clock. Still അല്ല, ഞാൻ 1 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. still 7 still 1. അത് പ്രസന്റ് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. I will have been studying since 1 o'clock. ടീച്ചറെ, വില്ല് വേണ്ട. മിസ്സേ, വില്ല് വേണ്ട. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ടീച്ചറെ? ഈ സ്റ്റില്ലും സിൻസും തമ്മിൽ മാറി പോകുന്നുണ്ട്. സിൻസ് ആണ് കേട്ടോ. അത് പറഞ്ഞു തന്നെ പഠിക്കാം. സിൻസ്. ഈ സ്റ്റില്ല് വരുന്നത് എപ്പോഴാ? സ്റ്റിൽ എന്താണ്? ഇപ്പൊ കറന്റ് സ്റ്റിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ സ്റ്റഡി. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ. അടുത്ത കാര്യം പറയൂ. ഞാൻ കളിക്കാൻ പോകും. ഞാൻ കളിക്കാൻ പോകും. I will go play. Go to play.
I will go to play. I will go play എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. I will go to play എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എങ്ങനെയുണ്ട് ടെൻസ് എങ്ങനെയുണ്ട്? കുറച്ച് കൺഫ്യൂഷൻ ആണ്. അടുത്ത ക്ലാസ്സിലും ഞാൻ ഇതേപോലെ മലയാളം കൊണ്ടുവരാം. മാക്സിമം ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ് മാം, താങ്ക് യു മാം. Okay, thank you all. See you on the next class. Thank you, ma'am. ടീച്ചർ കഴിഞ്ഞ ഫ്രൈഡേ അല്ലേ മിസ്സേ? പോയോ?